പ്രാർത്ഥന. പ്രാർത്ഥന എന്ന വാക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ? പ്രാർത്ഥിക്കുവാൻ അറിയാത്തവരായ ആരും തന്നെയില്ല. നമ്മുടെ വിഷയങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകുമ്പോഴാണ് നാം ദൈവത്തെ സമീപിക്കുന്നത്. എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് താങ്ങാൻ കഴിയാത്ത വിഷമതകൾ വരുമ്പോൾ നാം പല ദൈവീക കൂട്ടായ്മകളിലേക്ക് കടന്നു പോവുകയും നേർച്ചകൾ നേരുകയും പ്രാർത്ഥനയ്ക്കായി അവരോട് അപേക്ഷിക്കുകയും ചെയ്യാറുണ്ട് അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ആ കൂട്ടായ്മകളിൽ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എനിക്കെൻ്റെ വിഷമങ്ങൾ മാറാൻ കഴിഞ്ഞതെന്ന് പലരും സാക്ഷ്യങ്ങൾ പറയുന്നതും കേൾക്കാം. നാം കൂട്ടായ്മയിൽ പോകരുതെന്നോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരോട് പറയേണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ആയവരുടെ മധ്യത്തിൽ എൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ് ബൈബിളിൽ പറയുന്നത്. നാം ദൈവമായ ക്രിസ്തുവിനെ, നമ്മുടെ അപ്പനെ മാത്രം മഹത്വീകരിക്കാം. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്കൊരാവശ്യമുണ്ട്, അതെൻ്റെ അപ്പനോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുമെങ്കിൽ ഞാനത് അപ്പനോട് ചോദിക്കാതിരിക്കുമോ? അതോ അയൽപ്പക്കത്തുള്ള നമ്മുടെ പരിചയമുള്ള ഒരു വ്യക്തി വഴി നമ്മുടെ അപ്പനോട് ചോദിക്കുമോ? ഏത് വഴിയിലൂടെ ചോദിക്കുന്നതാണ് അപ്പന് ഏറ്റവും ഇഷ്ടമായി തീരുക? തീർച്ചയായും നാം നേരിട്ട് നമ്മുടെ അപ്പനോട് ചോദിക്കുന്നത് തന്നെയാണ് അല്ലേ? ഒരു മകൻ തൻ്റെ അപ്പനോട് അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ എന്നാണ് യേശുക്രിസ്തു ദൈവവചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നാണ് ദൈവവചനം പറയുന്നത്. നമുക്ക് ഏക മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ ദൈവമക്കളെ. അത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു തവണയായി ബലിയാക്കപ്പെട്ട നമ്മുടെ ക്രിസ്തുവാണ്. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയൽ ഉൽപ്പാദിതനായി മനുഷ്യനായി ജീവിച്ചു. പാപം ചെയ്യാതെ ഇരുന്നിട്ടും എല്ലാ തെറ്റുകളും സമ്മതിച്ചുകൊണ്ട് കുരിശുമരണം ഏറ്റുവാങ്ങി മരിച്ച് സംസ്കരിച്ചു 3-ാം നാൾ വചനപ്രകാരം ഉയർത്തെഴുന്നേറ്റു. നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്നും പിതാവായ ദൈവത്തോടും കർത്താവിൻ്റെ വലിയായ രക്തത്തിലൂടെ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഈ ലോകത്തിലുള്ള ആവശ്യങ്ങൾ വേണ്ട എന്നല്ല, ഈ ലോകത്തിൽ നാം എന്ത് നേടിയാലും അടുത്ത നിമിഷത്തിന് പോലും ഗ്യാരണ്ടി ഇല്ലാത്തവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നതാകിയാൽ യേശുക്രിസ്തുവിലൂടെ എല്ലാം ചോദിച്ചു കൊള്ളുക. എന്നാൽ അതിലെല്ലാം ഉപരിയായി കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുക. അപ്പോൾ സകലതും നിൻ്റെ മേൽ വന്നുകൊള്ളും. എല്ലാവരും മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം ശ്രവിക്കുക. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.